നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ കൊട്ടാരക്കര നെടുവത്തൂരിൽ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. കനത്ത മഴ. പുനലൂർ വെഞ്ചേബ് പിനാക്കൽ പച്ചയിൽ ഉരുൾപൊട്ടലെന്ന് സംശയം. മണ്ണിടിച്ചിലിനെ തുടർന്ന് വൻതോതിൽ കൃഷിനാശം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ബാനർ വിവാദം. പുനലൂരിൽ CPM CPI ബന്ധത്തെ ബാധിക്കാൻ സാധ്യത. PS സുബാൽ MLAക്കെതിരായ SFIയുടെ ബാനറിന് ബദലായി AISF പ്രവർത്തകർ പ്രകടനം നടത്തി. പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നു. സാധ്യതാ പഠനത്തിന് തുടക്കം. സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലാണ് പാലം. വിശദമായ വാർത്തകളിലേക്ക്. രക്ഷാപ്രവർത്തനത്തിനിടെ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. കൊട്ടാരക്കര നെടുവത്തൂരിലായിരുന്നു സംഭവം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചത്. കൊല്ലം നെടുവത്തൂരിലായിരുന്നു സംഭവം. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് കാരണം. അർദ്ധരാത്രി 12 മണിയോടെയാണ് സംഭവം. നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്തായ ശിവകൃഷ്ണൻ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി S. കുമാർ എന്നിവരാണ് മരിച്ചത്. സുഹൃത്തായ ശിവകൃഷ്ണനുമായി കഴിഞ്ഞ ദിവസം രാത്രിയിൽ അർച്ചന വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് യുവതി കിണറ്റിൽ ചാടിയതെന്നാണ് നിഗമനം. അർച്ചനയെ രക്ഷിക്കാനായി ശിവകൃഷ്ണൻ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനത്തിനെത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അർച്ചനയുമായി സംസാരിക്കുകയും ചെയ്തു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിലേക്കിറങ്ങി. ഈ സമയത്ത് കിണറിന്റെ കൈവരി ഇടിയുകയും കിണറിനോട് ചേർന്ന് നിന്ന ശിവകൃഷ്ണനും കൂടി ഉള്ളിലേക്ക് വീഴുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോണിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കിണറിന്റെ കൈവരി ഇടിഞ്ഞ് പാറക്കഷ്ണങ്ങൾ തലയിൽ പതിച്ചതാണ് മരണകാരണം. ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കിണറിന്റെ സമീപത്തേക്ക് വരരുത് എന്ന് ഫയർഫോഴ്സ് സംഘം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. പഴയ കിണറായിരുന്നു എന്നതും കൈവരി ദുർബലമായിരിക്കാം എന്നതും മുന്നിൽ കണ്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിനിടെ ശിവകൃഷ്ണൻ മുന്നറിയിപ്പ് അവഗണിച്ച് കിണറിന്റെ സമീപത്തേക്ക് എത്തുകയായിരുന്നു. ഇയാൾ നിന്ന സ്ഥലത്തു നിന്നാണ് കൈവരി ഇടിഞ്ഞ് താഴേക്കു വീണത്. 3 കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അമ്മയാകാനൊരുങ്ങുന്ന സഹപ്രവർത്തകയ്ക്ക് ആദരമൊരുക്കി പോലീസ്. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെ സഹപ്രവർത്തകരാണ് മോം ടു ബി ആഘോഷം ഒരുക്കിയത്. അമ്മയെന്ന പദവിയിലേക്കുള്ള ചുവടുവയ്പ്പിനുള്ള അപൂർവ അംഗീകാരമാണ് CPO മുനീറയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. മുനീറ അമ്മ എന്ന പദവിയിലേക്ക് കടക്കുകയാണ്. അമ്മയ്ക്ക് ആദരവൊരുക്കുക എന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യവും. അമ്മയാകാനൊരുങ്ങുന്ന മുനീറയെ ആദരിക്കാൻ സഹപ്രവർത്തകരെല്ലാവരും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിലെ മുനീറയെ സഹപ്രവർത്തകരെല്ലാവരും ചേർന്ന് ആദരിച്ചത്. മോം ടു ബി ആഘോഷമാണ് ഇവർ ഒരുക്കിയത്. SHO ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മുനീറയെ ആദരിച്ചത്. കേക്ക് മുറിച്ചും മിഠായി നൽകിയും അമ്മയായി പ്രമോഷൻ ലഭിക്കുന്ന മുനീറയ്ക്ക് അർഹിക്കുന്ന ആദരവാണ് ഇവർ നൽകിയത്. തലയിൽ പുഷ്പാലങ്കൃതമായ ബോ, കയ്യിൽ ബൊക്കെ, സഹപ്രവർത്തകരുടെ കയ്യടികൾ, സന്തോഷം നിറഞ്ഞു നിന്ന അന്തരീക്ഷം. ഇങ്ങനെയായിരുന്നു മോം ടു ബി ആഘോഷം ഇവർ ഒരുക്കിയത്. അമ്മയാകാനൊരുങ്ങുന്ന മുനീറയ്ക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള ഭൂമിയും ആകാശവും പകർന്നു നൽകുക കൂടിയാണ് ഇവർ ചെയ്തത്.
തേവലക്കര മുട്ടക്കൽ സ്വദേശിനിയാണ് മുനീറ. വനിതാ ബറ്റാലിയനിൽ നിന്ന് വർക്കിംഗ് അറേഞ്ച്മെന്റിലാണ് ഇവർ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ആദിലാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ, ചവറ. ദീപാവലി പ്രമാണിച്ച് റെയിൽവേ സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. ബംഗളൂരിൽ നിന്ന് കൊല്ലത്തേക്കും തിരിച്ചും 2 സ്പെഷ്യൽ ട്രെയിനുകളാണ് പ്രഖ്യാപിച്ചത്. കൊല്ലത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ ഈ മാസം 16-നും 21-നുമാണ് പുറപ്പെടുക. SMVT ബംഗളൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഒക്ടോബർ 21 രാത്രി 11-ന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:55-ന് കൊല്ലത്തെത്തും. കൊല്ലം ബംഗളൂരു കന്റോൺമെന്റ് സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 25-ന് വൈകിട്ട് 5-ന് കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 9:45-ന് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തും. SMVT ബംഗളൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 16-ന് വൈകിട്ട് 3-ന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടും. പിറ്റേ ദിവസം രാവിലെ 6:20-ന് കൊല്ലത്തെത്തും. കൊല്ലം ബംഗളൂരു കന്റോൺമെന്റ് സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ 17-ന് രാവിലെ 10:45-ന് കൊല്ലത്ത് നിന്ന് പുറപ്പെടും. പുലർച്ചെ 3:30-ന് ബംഗളൂരു കന്റോൺമെന്റിൽ എത്തിച്ചേരും. പാലക്കാട്, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം സ്റ്റേഷനുകളിൽ ഈ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടാകും. ഒക്ടോബർ 13-ന് രാവിലെ 8 മുതൽ റിസർവേഷൻ ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. പുനലൂർ വെഞ്ചേമ്പ് പിനാക്കൽ പച്ചയിൽ ഉരുൾപൊട്ടലെന്ന് സംശയം. മണ്ണിടിച്ചിലിനെ തുടർന്ന് വൻതോതിൽ കൃഷിനാശം സംഭവിച്ചു. ജനവാസ മേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ ഉയരത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം. പേടി ഭയം ഇതുവരെ മാറിയിട്ടില്ല. എന്ത് പറയണമെന്ന് അറിയത്തില്ല. കിളിയില്ല, വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുറ്റത്താണ് വന്ന് മൊത്തം ഇറങ്ങി താഴ്ന്നിരിക്കുന്നത്. എന്തുവാന്ന് എനിക്ക് ഇതുവരെ പറയാൻ ഒരു വാക്കില്ല. അങ്ങനെ അതുകൊണ്ടാണ്. കഴിഞ്ഞ രാത്രി 9-ഓടെയാണ് വലിയ ശബ്ദത്തോടെ പിനാക്കൽ മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്നത്. മലയുടെ അടിവശത്തായി 2 വീടുകളാണ് ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ടതോടെ വീട്ടിലുള്ളവരുമായി ഗൃഹനാഥൻ രക്ഷപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. 4-4:30 മണി ആയപ്പോൾ മുതൽ മഴച്ചാറ്റിൽ തുടങ്ങിയതാണ്. 8 മണി കഴിഞ്ഞതിന് ശേഷം മഴ ഒന്ന് തോരുന്നത്. ആ തോന്നു കഴിഞ്ഞതിന് ശേഷം ആദ്യം കാണുന്നത് ഞങ്ങൾ റോട്ടിൽ കൂടെയുള്ള വെള്ളം കണ്ടിട്ടാണ് ഈ മലയിൽ കയറുകയും ചെയ്തത്. ആ മലഭാഗത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ആദ്യം കേൾക്കുന്നത് ഒരു മുഴക്കം മാത്രമാണ്. ആ മുഴക്കം കേട്ടിട്ട് രണ്ടാമത് കേൾക്കുന്നത് മൊത്തം നീങ്ങി ഇളങ്ങി വരുന്നതാണ് ആ സംഭവം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവായി കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ സുഖമില്ലാത്ത തള്ളമാര് ഞങ്ങളെ കുഞ്ഞുങ്ങളെ മൊത്തം പറക്കി മാറ്റി ഒരു വലിയൊരു മലയുടെ മണ്ടയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ വീണ്ടും ആ മലയുടെ സൈഡിൽ ഒഴിമാറി നിന്നെയാണ്. താണ്ടായപ്പം കാണണമെങ്കിൽ ലൈവായിട്ട് കാണാം. ഈ പാറ മുതൽ മേപ്പോട്ട് സാർമാരെ ഒന്ന് നോക്കിയാൽ എല്ലാ ജനങ്ങൾക്കും ഇത് കാണാം. എൻ്റെ അമ്മയും അമ്മമാർ 2 പെങ്ങളും കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. ആ വന്നിട്ട് എല്ലാവരെയും വിളിച്ചു കേൾത്തി എല്ലാവരെയും കൊണ്ട് രാത്രിക്ക് രാമായണം ഇല്ലാതെ ഞങ്ങൾ ഓടുക. പിന്നെ വെളുപ്പിന് 5 മണിക്കാണ് ഞങ്ങൾ വന്ന് ഈ തോട്ടം കാണുന്നത്. ജനവാസ മേഖലയിൽ നിന്നും 1 കിലോമീറ്റർ ഉയരത്തിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായ സ്ഥലം. നിരവധി വാഴകൃഷി നശിക്കുകയും ഒലിച്ചു വന്ന മണ്ണ് വയലുകളും കൃഷിയിടങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. അമ്പലക്കര ജംഗ്ഷനിൽ PM ഫാർമസി ഉടമ ഡോക്ടർ ബാജിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് വസ്തു. കരവാളൂർ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ജിയോളജിക് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൃത്യമായി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ പൂർണ്ണ വിവരം ലഭ്യമാകുകയുള്ളൂ. 40-50 വർഷമായി താമസിക്കുന്നവരാണ് മലയടിവാരത്തുള്ളത്. ഇത്തരം സംഭവം ആദ്യമാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. തുലാവർഷം ശക്തി പ്രാപിക്കാനിരിക്കെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ജിയോളജി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റണമെന്ന ആവശ്യവും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിൽ. പവന് 840 രൂപ ഉയർന്ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 91,960 രൂപയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിൽ. ഇന്ന് രാവിലെ അന്താരാഷ്ട്ര സ്വർണ്ണവില $55 ഉയർന്ന് $4,072 സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഉയർന്നു. പവന് 840 രൂപ ഉയർന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം. 1 പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില നിലവിൽ 91,960 രൂപയാണ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ 5%, GST 3%, ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്ന് 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 99,000-ന് മുകളിൽ നൽകണം. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. പേരയം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവവും സംഗമവും നടത്തി. ശലഭോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു.
ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലോത്സവവും സംഗമവും സംഘടിപ്പിച്ചത്. ശലഭോത്സവം എന്ന പേരിലാണ് പരിപാടി നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി 100ഓളം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര ശലഭോത്സവം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ, പഞ്ചായത്ത് അംഗം സിൽവിയ സെബാസ്റ്റ്യൻ, ICDS സൂപ്പർവൈസർമാരായ ലക്ഷ്മി, N വിശ്വലക്ഷ്മി, ഡയാന തുടങ്ങിയവർ പങ്കെടുത്തു. പേരെ ഗ്രാമപഞ്ചായത്തിലെ ICDS നേതൃത്വത്തിൽ ശലഭോത്സവം 2025 മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള കലോത്സവമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ബാനർ വിവാദം പുനലൂരിൽ CPM-CPI ബന്ധത്തെ ബാധിക്കുന്നു. PS സുബാൽ MLA-ക്കെതിരായ SFIയുടെ ബാനറിന് ബദലായി AISF പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനെതിരെ ബാനർ ഉയർത്തി. വിഷയം യുവജന സംഘടനകൾ കൂടി ഏറ്റെടുത്തതോടെ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പുനലൂർ SN കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SFI AISF തർക്കമാണ് മുന്നണി ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നത്. CPI നേതാവായ PS സുബാൽ MLA-ക്കെതിരെ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി SFIയും CPM നേതാവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S ജയമോഹനെതിരായ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി AISFും നഗരത്തിൽ പ്രകടനം നടത്തി. ഇരുവിഭാഗങ്ങളുടെയും യുദ്ധം സാമൂഹിക മാധ്യമങ്ങളിലും എത്തിയിട്ടുണ്ട്. CPM-ഉം CPI-യും വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും അതൃപ്തിയും അമർഷവും പരസ്പരം അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കവെയാണ് ഈ അസ്വാരസ്യം. ഇത് മുന്നണിയെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഇപ്പോൾ ആശങ്ക ഉയർത്തുന്നത്. നിങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ ചീത്ത വിളിച്ചതുകൊണ്ടും തെരുവിൽ അധിക്ഷേപിച്ചതുകൊണ്ടും ഞങ്ങളുടെ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയാൽ ആ പണിയെടുക്കണം, MLA ആയാൽ MLAയുടെ പണിയെടുക്കണം. കോളേജ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് AISFന് മണ്ഡലം സെക്രട്ടറിയുടെ കുറവുണ്ടെങ്കിൽ മണ്ഡലം സെക്രട്ടറിയെ ചുമതല ഏൽപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്തം CPIയുടെ ജില്ലാ സെക്രട്ടറി ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനെ ഏറ്റെടുത്താൽ അതേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടെ ഞങ്ങൾ കുറച്ചുപേർ ഈ പുനലൂരിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുബാല് നിക്കറിട്ട് നടക്കുന്ന കാലത്ത് SFIയുടെ നേതാവായിരുന്നു സഹോദരൻ ജയമോഹൻ. അങ്ങനെയൊന്നും ഈ പുനലൂരിൽ CPM-നേക്കാൾ അല്ലെങ്കിൽ SFIയേക്കാൾ അല്ലെങ്കിൽ DYF-യേക്കാൾ വലിയ സംവിധാനമൊന്നും ഇവിടെ ഒരു MLA-ക്കും ഇവിടെ ഒരു സുബാലിനും ഇവിടെ ഒരു CPI-ക്ക് ഇവിടെ ഒരു AISF-നും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒന്ന് വെല്ലുവിളിച്ചിട്ട് ഇവിടെ ഒരുത്തന് നേരെ നടക്കാമെന്ന് വിചാരിക്കേണ്ട. അമ്മാതിരി ആ വെല്ലുവിളിയൊക്കെ കൈവച്ചിരുന്നാൽ മതി. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് മുന്നണി മര്യാദയൊക്കെ പാലിക്കണമെന്ന് അവന്മാർ പറയുന്നത്. എന്തോ മുന്നണി മര്യാദ? അവർക്കില്ലാത്ത ഒരു മുന്നണി മര്യാദയും ഞങ്ങൾക്കില്ല. ഒരു മുന്നണി മര്യാദയും പാലിക്കുകയില്ല. ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ വിദ്യാർത്ഥികളെ ആക്രമിച്ച് നേരിട്ട് കൈകാര്യം ചെയ്യാനുള്ള ആ സുബാലിന്റെ തറവേലയുണ്ടല്ലോ, സുബാൽ AISFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തുള്ള തറവേല, ആ തറവേലയ്ക്ക് ഈ മണ്ണ് ഇപ്പോ ഒരു കാരണം വെച്ചാൽ ഈ പുനലൂരിന്റെ മണ്ണ് അനുവദിക്കില്ല. ഇവിടെ ഉശിരുള്ള SFIയുടെ DYFയുടെ സഖാക്കളുണ്ട്. അതിനൊന്നും വില വെച്ചു കൊടുക്കുന്ന മണ്ണല്ല എന്നുള്ളത് സുബാൽ മനസ്സിലായിക്കണമെന്ന് മാത്രം. 4 ദിവസം മുമ്പ് നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വിജയിച്ചതിനെ തുടർന്നാണ് പുനലൂരിൽ നാളുകളായി ഇരു സംഘടനകളും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യം കൂടുതൽ വഷളായത്. AISF-ൽ നിന്ന് യൂണിയൻ SFI പിടിച്ചെടുക്കുകയായിരുന്നു. വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി PS സുബാൽ MLA-ക്കെതിരെ മുദ്രാവാക്യമെഴുതിയ ബാനറുമായി SFI പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി. ഇതോടെയാണ് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. SFI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ MLA ഇടപെട്ടെന്നാരോപിച്ചായിരുന്നു ഇത്. ഇതിന് മറുപടി എന്നോണം S ജയമോഹനെതിരായ മുദ്രാവാക്യങ്ങളുമായി AISF-ഉം പ്രകടനം നടത്തുകയായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ കേരളത്തിലെമ്പാടും കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തെ ഐക്യത്തെ ഒരു തരത്തിലും ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമല്ല. അപ്പൊ ഇടതുപക്ഷത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചുകൊള്ളണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോറലേക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് കാരണമായേക്കാവുന്ന കേരളത്തിലെ ഒരേ ഒരു സംഘടന SFI ആണ് എന്ന് നിങ്ങൾ എഴുതി വെച്ചോ. AIYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉത്തരവാദിത്തത്തോട് പറയുന്നത്. വിഷയം ഡിവൈഎഫ്ഐ ഏറ്റെടുത്തു. സുബാലിനെതിരായ ബാനറുമായി ഞായറാഴ്ച SFI ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രകടനം നടത്തി. പിന്നീട് AIYFും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ഇതേസമയം പ്രശ്നം കൂടുതൽ വഷളാകാതെ പരിഹരിക്കുന്നതിന് CPIയുടെയോ CPMന്റെയോ നേതൃത്വം ഇനിയും നേരിട്ട് രംഗത്തെത്തിയിട്ടില്ല. പ്രശ്നം യുവജന സംഘടനകൾ ഏറ്റെടുത്തതോടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും ഇരു പാർട്ടികളിലെ അണികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓച്ചിറ പായിക്കുഴി 1-ാം വാർഡിൽ വൈദ്യുതി എത്താത്ത 6 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു. CR മഹേഷ് MLAയുടെ അഭ്യർത്ഥന പ്രകാരം ഗൾഫ് മലയാളി സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വീടുകളിൽ വൈദ്യുതി എത്തിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി വഴി നൽകിയ കുടുംബങ്ങൾക്കാണ് വൈദ്യുതി ലഭിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പായിക്കുഴി 1-ാം വാർഡിലാണ് വൈദ്യുതി എത്താത്ത 6 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു നൽകിയത്. CR മഹേഷ് MLAയുടെ അഭ്യർത്ഥന പ്രകാരം ഗൾഫ് മലയാളി സംഘടനയായ പരബ്രഹ്മ സേവാ സമിതിയുടെ സഹായത്തോടെയാണ് വൈദ്യുതി എത്തിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് പദ്ധതി വഴി വീട് ലഭിച്ച കുടുംബങ്ങൾക്കാണ് വൈദ്യുതി നൽകിയത്. വൈദ്യുതി സ്വിച്ച് ഓൺ കർമ്മം CR മഹേഷ് MLA നിർവഹിച്ചു. ദുബൈയിൽ പ്രവർത്തിക്കുന്ന പരബ്രഹ്മ സേവാ സമിതി നമ്മുടെ പെരിശേൽ ബാബുചേട്ടന്റെയും ഗ്രാൻഡ് ഹൈനസ് സാമിതാഞ്ചേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരുടെ മനസ്സുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് ഈ 3-4 കുടുംബങ്ങൾക്ക് കറണ്ട് ലഭ്യമായത്. അതിനുവേണ്ടി പ്രവർത്തിച്ച ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വളരെ വേഗത്തിൽ തന്നെ ഇതിന് നടപടികൾ ആരംഭിച്ച് പൂർത്തീകരിച്ച ഇലക്ട്രിസിറ്റി ബോർഡിനെയും പരബ്രഹ്മ സേവാ സമിതിയെയും അതിൻ്റെ ഭാരവാഹികളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പഞ്ചായത്ത് അംഗം RD പത്മകുമാർ, BS വിനോദ്, അൻസാർ മലബാർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അജിത, സബ് എഞ്ചിനീയർ ബിജോയി, KB ഹരിലാൽ, സുൽഫിഖാൻ, ഷാജി ചോയ്സ്, ഷാജിലാൽ, AB വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ആദരവും അനുമോദനവും നടത്തി. വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ ധന്യ KSനെയാണ് ആദരിച്ചത്. കേരള പോലീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവും അനുമോദനവും സംഘടിപ്പിച്ചത്. കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്തുത്യർഹ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിച്ച ധന്യ KSനെ ആദരിച്ചത്. കാരാളി ജംഗ്ഷനിലെ കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാലയിലായിരുന്നു ആദരവ് ഒരുക്കിയത്. കോവൂർ കുഞ്ഞുമോൻ MLA ആദരവ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണ്. 1-2 പേർ ചിലപ്പോൾ തെറ്റ് കാണിച്ച ആ തെറ്റ് പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്നു എന്ന് പൊതുസമൂഹം പറയുകയാണ്. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റ് കാണിച്ചാൽ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കും. 2ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ തെറ്റ് കാണിച്ച 97 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അത് വളരെ ആഴത്തിൽ ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടുമാണ് ആ 97 പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതും നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയും. KPPA കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് M അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ സംസ്ഥാന നിർവാഹക സമിതി അംഗം CD സുരേഷ്, ജില്ലാ സെക്രട്ടറി K മഹേഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ A രാജേന്ദ്രൻ, J തമ്പാൻ, പഞ്ചായത്ത് അംഗം R രജില, കുമ്പളത്ത് ശങ്കുപിള്ള സ്മാരക ഗ്രന്ഥശാല സെക്രട്ടറി R ചന്ദ്രൻപിള്ള, V ജയചന്ദ്രബാബു, R പ്രകാശൻ, ജയൻ കോതപുരം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുന്നതിന് കല്ലടയാറിന് കുറുകെ പുതുതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നു. കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വര മഹാദേവർ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമായിരിക്കും പാലം നിർമ്മിക്കുക. പുനലൂരിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കല്ലടയാറിന് കുറുകെ പുതിയതായി പാലം നിർമ്മിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്തുന്നത്. കല്ലടയാറിന്റെ തീരത്തുള്ള പുനലൂർ തൃക്കോതേശ്വര മഹാദേവ ക്ഷേത്രക്കടവിൽ സർവേ നടപടികൾ ആരംഭിച്ചു. PS സുബാൽ MLA, നഗരസഭാ അധ്യക്ഷ K പുഷ്പലത എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സർവേ ആരംഭിച്ചത്. സർവേ പൂർത്തിയാക്കി 2 മാസത്തിനുള്ളിൽ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാനാണ് ലക്ഷ്യമെന്ന് MLA പറഞ്ഞു.
കടവ് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക. ഈ കടവ് പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് തൊട്ടപ്പുറത്ത് നമ്മുടെ കൈപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ഇത് എത്തിച്ചേരുക. അതിപ്പോൾ ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ച് അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ പൈസ ദേവസ്വം ബോർഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 2 ക്ഷേത്രങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൂടി കൈവരുന്ന തരത്തിലാണ് നമുക്ക് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഒരു പൊതു ഗതാഗത സംവിധാനത്തിന് വലിയ മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ 2 ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടുതൽ സഹായകരമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മൾ പുനലൂർ ബൈപ്പാസിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി ആദ്യം 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ 30 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. ഇന്നലെ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച നടത്തുകയും കേരളത്തിലെ ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ദേശീയപാത അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കുകയുണ്ട്. അവിടെ നമ്മുടെ പുല്ലൂർ ബൈപ്പാസിൻ്റെ കാര്യം ചർച്ചയ്ക്ക് വരികയുണ്ടായി. അവിടെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമ അംഗീകാരം നൽകും എന്നുള്ള തരത്തിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ദേശീയപാത 744 അത് ഇപ്പോൾ നമുക്കറിയാം ഗ്രീൻഫീൽഡ് ഹൈവേ വരികയാണ് 746. അത് ഇടമൺ തിരിഞ്ഞ് പിന്നെ കടമ്പാട്ടുകോണത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ മുതൽ നമുക്ക് തിരുവനന്തപുരം വരെയുള്ള ഭാഗം അത് ഒരു ഹൈവേ ആണെങ്കിലും അതിനൊരു ഹൈവേയുടെ പകിട്ടില്ല, സൗകര്യങ്ങളില്ല, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിനൊരു ബദൽ സംവിധാനം എന്നുള്ള തരത്തിലാണ് നമ്മൾ പുല്ലൂർ ടൗൺ ടച്ച് ചെയ്യാതെ ഒരു ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ശിവൻകോവിൽ കടവിൽ നിന്ന് നെല്ലിപ്പള്ളി കൈപ്പുഴ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായി പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ ചേരും വിധമാണ് പാലം നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ഏകദേശം 120 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമായിരിക്കും പാലം. സമീപ റോഡുകൾ ഉൾപ്പെടെ ആകെ 160 മീറ്ററോളം നീളം വരും. KSRTC ജംഗ്ഷനിൽ നിന്ന് മൂർത്തിക്കാവ് വഴി ശിവൻകോവിലേക്കുള്ള റോഡിന്റെ തുടർച്ചയെന്ന നിലയിലായിരിക്കും പാലം. നിലവിൽ പുനലൂരിൽ കല്ലടയാറ് കടക്കാൻ തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലം മാത്രമേ ഉള്ളൂ. ഈ പാലത്തിന് ബലക്ഷയമുണ്ടായാൽ പുഴ കടക്കാൻ വാഹനങ്ങൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. എറണാകുളം ആസ്ഥാനമായ കമ്പനിയാണ് സർവേക്കും പഠനത്തിനും കരാറെടുത്തിട്ടുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് MLA സർക്കാരിന് നിവേദനം നൽകുകയും തുടർന്ന് കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഭൂമി ഏറ്റെടുക്കലിനും നിർമ്മാണ പ്രവർത്തിക്കുമായി മരാമത്ത് വകുപ്പ് 22 കോടി രൂപയുടെ അടങ്കൽ തയ്യാറാക്കി. ഇത് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി DPR തയ്യാറാക്കാൻ സർക്കാർ 7.33 ലക്ഷം രൂപ അനുവദിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സർവേ നടപടികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡിയും ഇതോടൊപ്പം നടന്നു. കൊല്ലം രാമവർമ്മ ക്ലബ്ബിലാണ് യോഗം ചേർന്നത്. കൊല്ലം രാമവർമ്മ ക്ലബ്ബിലാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും കൊല്ലം ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡിയും നടന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ കൊണ്ടുവരിക എന്ന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് സർക്കാരിന് നിവേദനം നൽകും. സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് മൈതാനം വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ സ്വാഗതം ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊണ്ടറ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടത്തി. യുറേക്ക എന്ന പേരിലാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളിലായാണ് ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള സംഘടിപ്പിച്ചത്. കുണ്ടറ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടത്തി. യുറേക്ക എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KGVG UPSലാണ് ശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര മേള സംഘടിപ്പിച്ചത്. PC വിഷ്ണുനാഥ് MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് SD അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. വിശ്വാസങ്ങളുടെ പിറകിലും അനാചാരങ്ങളുടെ പിറകിലുമുള്ള യാത്രയാണ്. മരുന്ന് പോലും വാങ്ങിക്കഴിക്കാൻ പറ്റാത്ത തരത്തിൽ, മനുഷ്യൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്ന തരത്തിലേക്ക് പോകാത്ത തരത്തിൽ നമ്മുടെ സമൂഹത്തിലെ പല മനുഷ്യരുണ്ട്. അപ്പോൾ അതിനകത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ തന്നെ എല്ലാ മനുഷ്യരും അന്ധവിശ്വാസത്തിൻ്റെ പിറകെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ ലോകജനതയെയും നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഒരു ദിശാബോധം നൽകിയത് ലോകത്തിൻ്റെ ശാസ്ത്ര വളർച്ചയാണ്. കുണ്ടറ AEO ശശിധരൻ പിള്ള B സ്വാഗതം പറഞ്ഞു. വ്യത്യസ്തമായി ശാസ്ത്രമേളയിലെ വിവിധ ഐറ്റങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും കുട്ടികളുടെ സർഗാത്മക വികാസവും
ഓരോ മത്സര ഇനത്തിലും അവർക്കുള്ള പങ്കാളിത്തവും വ്യക്തമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും വ്യത്യസ്തങ്ങളുമാണ് ഈ വർഷത്തെ ശാസ്ത്രമേളയെ വ്യത്യസ്തമാക്കി തീർക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വിനീതകുമാരി, മിനി തോമസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുശീല, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ, സ്കൂൾ കോർഡിനേറ്റർ ഫാദർ വി ജി കോശി വൈദ്യൻ, ഷാജി എ, സജി വർഗീസ്, ഫിലിപ്പ് മേലിയാസ്, ശ്രീദേവി എസ്, ജെയ്സൺ തോമസ്, വി കെ ബിനു, സാജു വർഗീസ്, ആശ കൊച്ചയ്യം, ഗീത ഡി, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കുണ്ടറ KGVG UP സ്കൂളിലാണ് ശാസ്ത്രമേള നടന്നത്. സാമൂഹ്യശാസ്ത്രമേള കേരളപുരം GHSലും IT മേളയും ഗണിതശാസ്ത്രമേളയും കുണ്ടറ MGDB HSSലാണ് സംഘടിപ്പിച്ചത്. വളരെ വിശദമായിട്ട് തന്നെ ഉദ്ഘാടകനും അധ്യക്ഷ പ്രസംഗങ്ങളും സ്വാഗത പ്രസംഗങ്ങളും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ടൊന്നും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈ ഒരു ദിവസം കൂടുന്ന ഈ പരിപാടി, ഈ ശാസ്ത്രമേള, നേരത്തെ PC പറഞ്ഞ ഒരു വാചകം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി നമ്മുടെ രാജ്യത്തിൻ്റെയൊക്കെ ശില്പിയുമായ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാചകമാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ നമ്മുടെ രാജ്യത്ത് ശാസ്ത്രത്തിൻ്റെ ബോധം ഉണ്ടാക്കണമെന്നുള്ള സതുദ്ദേശത്തോടു കൂടിയുള്ള ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തണമെന്ന് അവർ മുൻകൂട്ടി ചിന്തിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. രക്ഷാപ്രവർത്തനത്തിനിടെ കൊട്ടാരക്കര നെടുവത്തൂരിൽ ദാരുണാപകടം. കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരിച്ചു. കിണറിന്റെ കൈവരി ഇടിഞ്ഞു വീണാണ് അപകടം. കനത്ത മഴ. പുനലൂർ വെഞ്ചേബ് പിനാക്കൽ പച്ചയിൽ ഉരുൾപൊട്ടലെന്ന് സംശയം. മണ്ണിടിച്ചിലിനെ തുടർന്ന് വൻതോതിൽ കൃഷിനാശം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ ബാനർ വിവാദം. പുനലൂരിൽ CPM CPI ബന്ധത്തെ ബാധിക്കാൻ സാധ്യത. PS സുബാൽ MLAക്കെതിരായ SFIയുടെ ബാനറിന് ബദലായി AISF പ്രവർത്തകർ പ്രകടനം നടത്തി. പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നു. സാധ്യതാ പഠനത്തിന് തുടക്കം. സർവേ നടപടികൾ ആരംഭിച്ചു. 120 മീറ്റർ നീളത്തിലാണ് പാലം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.